നമസ്കാരം. ഇന്ന് കാണ്ടാമൃഗങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചാരനിറമുള്ള ആഫ്രിക്കൻ കാണ്ടാമൃഗത്തെ വെള്ള കാണ്ടാമൃഗമെന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ആഫ്രിക്കയിൽ 2 ഇനങ്ങളിലുള്ള കാണ്ടാമൃഗങ്ങൾ ഉണ്ട്. ഇതിലൊന്ന് വെള്ള കാണ്ടാമൃഗവും മറ്റേത് കറുത്ത കാണ്ടാമൃഗവുമാണ്. 2 ഇനം കാണ്ടാമൃഗങ്ങൾക്കും ചെളിയിൽ കിടന്നുരുളുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ദേഹം മുഴുവനും ചെളി കൊണ്ടുള്ള ഒരു ആവരണമുണ്ടാകും. ഇത് ചൂടിനെ ചെറുക്കാൻ സഹായിക്കും. കൂടാതെ അതിനെ കടിക്കുന്ന പ്രാണികളുടെ ശല്യവും ഒഴിവാക്കാൻ കഴിയുന്നു. ദേഹത്ത് ഉണങ്ങിയ ചെളിയുള്ളപ്പോൾ കാണ്ടാമൃഗത്തിന് വെള്ള നിറമാണെന്ന് തോന്നും. പക്ഷേ വെള്ള കാണ്ടാമൃഗത്തിന് ആ പേര് വരുവാനുള്ള കാരണം അതല്ല. ഒരു കാലത്ത് വെള്ള കാണ്ടാമൃഗങ്ങളെ തെക്കേ ആഫ്രിക്കയിൽ ധാരാളമായി കണ്ടിരുന്നു. അവിടുത്തുകാർ പ്രാദേശികമായ ഭാഷയിൽ ആഫ്രിക്കൻസിൽ ഈ കാണ്ടാമൃഗത്തിന് നൽകിയ പേര് തെറ്റായി തർജ്ജിമ ചെയ്തതാണ് വെള്ള കാണ്ടാമൃഗം എന്ന പേര് വരുന്നതിന് കാരണം. വാസ്തവത്തിൽ ആഫ്രിക്കൻ ഭാഷയിലെ പേരിനർത്ഥം ചതുരവായൻ എന്നാണ്. ചുണ്ടുകൾ കൂട്ടുമ്പോൾ ചതുരാകൃതിയിലുള്ളതിനാലാണ് ഇവയ്ക്ക് ആ പേര് അങ്ങനെ കിട്ടിയത്. മറ്റേ കാണ്ടാമൃഗ സ്പീഷീസിൻ്റെ മേൽചുണ്ട് കൊളുത്തിൻ്റെ ആകൃതിയിലുള്ളതാണ്. ചെളി കഴുകിക്കളഞ്ഞാൽ 2നും ഇരുണ്ട ചാരനിറമാണ് ഉള്ളത്. നിരന്തരമായ വേട്ടയാടൽ മൂലം വെള്ള കാണ്ടാമൃഗം വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ്. തെക്കേ ആഫ്രിക്കയിൽ ഇന്നിതുള്ളത് സുളുലാൻഡിലെ 2 സംരക്ഷണ കേന്ദ്രങ്ങളിൽ മാത്രമാണ്. കൂടാതെ ഉഗാണ്ടയിലും സുഡാനിലും 1-2 ഇടങ്ങളിൽ വെള്ള കാണ്ടാമൃഗത്തെ കാണാൻ കഴിയും. വെള്ള കാണ്ടാമൃഗത്തെ പറ്റിയുള്ള ചെറിയ ഒരു വിവരം നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.